സോ ഹായ് ഗൈസ്, നമ്മൾ 7th മന്ത് പ്രഗ്നൻസിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാനായിട്ട് പോയത്. എനിക്കിപ്പം 7th മന്തായി. ഇപ്പോൾ 7th മന്ത് എന്ന് പറയുമ്പോൾ നല്ലോണം ഫീറ്റൽ മൂവ്മെന്റ്സ്, കുട്ടിയുടെ അനക്കം കിട്ടിത്തുടങ്ങും. ആദ്യമായിട്ട് പ്രഗ്നന്റ് ആവുന്നവർക്ക് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറയുമല്ലോ. കാരണം രണ്ടാമത് പ്രഗ്നന്റ് ആവുന്നവർക്കാണെങ്കിൽ 5ാം മാസത്തിൽ തന്നെ കിട്ടിത്തുടങ്ങും. പക്ഷേ ആദ്യമായിട്ട് പ്രഗ്നന്റ് ആയ അവർക്ക് കുറച്ച് ലേറ്റ് ആവും. എനിക്കൊരു 6th മന്തൊക്കെ ആയാണ്. 7th മന്തിൽ എല്ലാവർക്കും നല്ലോണം അനക്കം കിട്ടിത്തുടങ്ങും. അപ്പം നമുക്ക് അനക്കം ശ്രദ്ധിക്കണം കുട്ടിയുടെ. 1, 2 എല്ലാ ദിവസവും നമ്മൾ കാൽഷ്യം, അയൺ, ഫോളിക് ആസിഡ് ഈ ഗുളികകൾ കഴിക്കണം. ഈ ഗുളിക കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാൽഷ്യവും അയൺ ഈ 2 ടാബ്ലറ്റ് ഒരുമിച്ച് കഴിക്കരുത്. ബിക്കോസ് കാൽഷ്യം അയണിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും. രണ്ടും ഒന്നിച്ച് കഴിക്കുകയാണെങ്കിൽ ഈ നമ്മൾ കാൽഷ്യം ടാബ്ലറ്റ് എടുത്തിട്ട് അയൺ കഴിക്കുമ്പോൾ അയൺ നമ്മുടെ വൻകുടലിൽ നിന്ന് ശരീരത്തിലേക്ക് അബ്സോർബ് ആകുന്നത് കുറയും. അതുകൊണ്ട് രണ്ടും 2 സമയത്ത് കഴിക്കുക. ബെറ്റർ. ഈ അയൺ ടാബ്ലറ്റ് രാവിലെ കഴിക്കുന്നത് അത്ര നല്ലതല്ല. ചിലർക്ക് ഛർദിലും ഒരു ബുദ്ധിമുട്ടൊക്കെ വരും, ഗ്യാസ്ട്രൈറ്റിസും ഒക്കെ. അപ്പം ഫുഡ് കഴിച്ചിട്ട് ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ നമുക്ക് അയൺ കഴിക്കാം. കാൽഷ്യം രാവിലെ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ അയൺ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ കൂടെ വൈറ്റമിൻ സി റിച്ച് ഫുഡ്സ്, അതായത് നാരങ്ങ, നമ്മുടെ ഓറഞ്ച്, അങ്ങനെ നെല്ലിക്ക, അത് കൂടെ കഴിക്കുന്നത് അയണിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ സഹായിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ടാബ്ലറ്റ്സ് വരുന്നത്. മറ്റ് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നോർമലി കാൽഷ്യം, അയൺ, ഫോളിക് ആസിഡ് ടാബ്ലറ്റ്. പിന്നെ ഒന്ന് അനക്കം ശ്രദ്ധിക്കുക. പിന്നെ ഈ 7ാം മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് ആദ്യത്തെ മാസങ്ങളിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവും, ഛർദിലും അതൊക്കെ ഒന്ന് കുറഞ്ഞ് നമുക്ക് വിശപ്പൊക്കെ പയ്യെ കൂടി തുടങ്ങും. അപ്പം നല്ല ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. ചിലർക്ക് അപ്പോഴും ഛർദിലുണ്ടാവും. ഇനി മെജോറിറ്റി ആൾക്കാർക്ക് നല്ല ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. ഹെൽത്തി ഫുഡ് കഴിക്കാൻ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പച്ചക്കറികൾ, നമ്മുടെ സീസണൽ ഫ്രൂട്ട്സ്, വലിയ ഫ്രൂട്ട്സ് ഒന്നും കടയിൽ നിന്ന് വാങ്ങി കഴിക്കണമെന്നല്ല. നമ്മുടെ പേരയ്ക്ക, മാങ്ങ, ആ സീസണിൽ ഏത് ഫ്രൂട്ട്സ് ആണോ കിട്ടുന്നത് ആ സീസണൽ ഫ്രൂട്ട്സ്. പിന്നെ നല്ല ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ചീര, ഇലക്കറികളെല്ലാം നല്ലോണം കഴിക്കാം. നട്ട്സ്, ഡേറ്റ്സ്, അങ്ങനെ അതൊക്കെ കഴിക്കാം. പാല് കുടിക്കാം. അപ്പോൾ അങ്ങനെ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എക്സസൈസ്. നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ എല്ലാവരും റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ മടിച്ചങ്ങനെ കട്ടിലിൽ കിടക്കരുത്. നമ്മൾ ചെറിയ രീതിയിലുള്ള എക്സസൈസ്, അതിപ്പോൾ പ്രഗ്നൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും ഏത് അവസരത്തിലാണെങ്കിലും എക്സസൈസ് ഈസ് മസ്റ്റ് ഫോർ അസ്. അപ്പോൾ നമ്മൾ ചെറിയ തരത്തിലുള്ള എക്സസൈസ്, രാവിലെയും വൈകിട്ടും ഒക്കെ ഒരു വോക്ക്, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സ്ക്വാട്ടിങ്, ഇങ്ങനെ ഇരുന്നിട്ട് എണീക്കുക, പിന്നെ തുണി അലക്കുക, തൂക്കുക, അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നതായ കാര്യങ്ങളെല്ലാം ചെയ്യാം. നമുക്ക് അറിയാലോ, ഒത്തിരി വെയിറ്റ്, ഭാരം പൊക്കാനൊന്നും ചെയ്യാതിരിക്കുക. നമുക്ക് പറ്റുന്ന കുഞ്ഞ് എക്സസൈസിനും കൂടെ കുറച്ച് ടൈം കണ്ടെത്തുക. സോ അപ്പോൾ എക്സസൈസ്, നല്ല ഫുഡ്, ഗുളിക, പിന്നെ അനക്കം അറിയുക. പിന്നെ പറയുന്നത്, നമ്മുടെ യൂട്രസ് വലുതായി തുടങ്ങുന്നതോടെ നമുക്ക് എപ്പോഴും മൂത്രം ഒഴിക്കാൻ തോന്നും. അത് നമ്മുടെ യൂട്രസ്, ഇതിപ്പോൾ യൂട്രസും ഇത് ബ്ലാഡറുമായിട്ട് എടുക്കുകയാണെങ്കിൽ യൂട്രസ് വലുതാവും തോറും ഈ ബ്ലാഡറിൽ കണ്ടോ പ്രഷർ കൂടും. അപ്പം ഇതിൽ കുറച്ച് മൂത്രം വരുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്കത് പിടിച്ചു വയ്ക്കാൻ പറ്റാതെ പെട്ടെന്ന് ഒഴിക്കാനുള്ളൊരു ടെൻഡൻസി വരും. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും മൂത്രം ഒഴിക്കാൻ തോന്നുന്നത്. പിന്നെ നമ്മൾ കിടക്കുന്നത് മലന്ന് കിടക്കാതിരിക്കുക. മലന്ന് കിടക്കുമ്പം നമ്മുടെ യൂട്രസിൻ്റെ വെയിറ്റ് വന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇൻഫീരിയർ വീന കാവ എന്ന് പറഞ്ഞിട്ടൊരു വെസലുണ്ട്. അപ്പം അതിൽ ഇതിപ്പോൾ ഇൻഫീരിയർ വീന കാവയും ഇത് യൂട്രസും ആണെങ്കിൽ നമ്മൾ മലന്ന് കിടക്കുമ്പം ഈ പ്രഷർ ഈ വെസലിൽ വന്നിട്ട് ഇത് ഞെങ്ങും. അപ്പോഴത്തേക്കും യൂട്രസിലോട്ട് ബ്ലഡ് കിട്ടുന്നത് കുറയും. അപ്പോൾ നമ്മുടെ കുട്ടിക്കൊക്കെ ബ്ലഡ് കിട്ടുന്നത് കുറയും. അതുകൊണ്ടാണ് മലന്ന് ഒത്തിരി നേരം കിടക്കുന്നതെന്ന് പറയാം. നിങ്ങൾക്ക് ചരിഞ്ഞ് കിടക്കാം, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ. നടുവേദന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തലയുടെ ബാക്കിലും കാലിൻ്റെ ഇടയിലും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് കിടക്കാം. സോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.